ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരള ടെക് ആൻഡ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീടുകളിൽ ഇപ്പോൾ കറണ്ട് ബില്ലൊക്കെ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ച ബൾബുകൾ എന്ന് പറയുമ്പോൾ LED ബൾബുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സാധാരണ ബൾബുകളെ അപേക്ഷിച്ച് അതിന് ലൈഫും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരാറുണ്ട്. അപ്പോൾ കംപ്ലയിൻറ്റ് വരുന്ന സമയത്ത് നമ്മളൊരു ബൾബ് കളഞ്ഞിട്ട് വീണ്ടും പുതിയ ബൾബുകൾ വാങ്ങിച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യാറ്. ആ കേട് വന്ന ബൾബ് നന്നാക്കാനോ ഒന്നും ശ്രമിക്കാറില്ല. അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ 20-30 രൂപ ചിലവിൽ നമുക്കത് കുറഞ്ഞ ചിലവിൽ തന്നെ ഈസിയായിട്ട് നന്നാക്കി എടുക്കാൻ സാധിക്കും. അത് നമുക്ക് തന്നെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതോടുകൂടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഞങ്ങൾ ഇടുന്ന ഇതേപോലത്തെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ എടുത്തേക്കുന്നത് ഫിലിപ്സ് എന്ന കമ്പനിയുടെ ഒരു ബൾബാണ് എടുത്തേക്കണത്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ആ മുകളിൽ കാണുന്ന ക്യാപ്പ് റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ബലത്തിൽ നമുക്കൊന്ന് പതുക്കെ തിരിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ക്യാപ്പ് ഈസിയായിട്ട് അഴിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ക്യാപ്പ് അഴിച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് കാണാൻ സാധിക്കുന്ന അലുമിനിയത്തിൻ്റെ ഹീറ്റ് സിങ്ക് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ അതിനകത്ത് അതിൻ്റെ കമ്പനി വന്നേക്കണ ഒറിജിനൽ LED ചെറിയൊരു ബോർഡോടുകൂടി LED കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അതിനകത്തൊരു 9ഓളം LED ആണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ അതിനകത്ത് LED ചെറിയ കറുത്ത പാടുകളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ LED തന്നെ കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ LED ലോക്ക് ചെയ്ത് വെച്ചിരിക്കണം. ഇതേപോലെ രണ്ട് ലോക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ചിലതിന് ഇതിനകത്ത് സ്ക്രൂ ആയിരിക്കും വരാം, ചില കമ്പനികളിലെ സ്ക്രൂ ആയിരിക്കും ഇതേപോലെ ലോക്കായിരിക്കില്ല വരാം. അപ്പോൾ സ്ക്രൂ ആണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കതൊന്ന് നീക്കി വയ്ക്കാം. അപ്പോൾ ഈ ഒരു ബോർഡാണ് നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഒരു 30 രൂപ അടുത്താണ് ഇതിന് വില വരുന്നത്. സാധാരണ നമുക്ക് അടുത്തുള്ള ഇലക്ട്രോണിക് ഷോപ്പുകളൊക്കെ പോയി കഴിഞ്ഞാൽ അതേപോലത്തെ ബോർഡ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് വാട്ട്സ് അനുസരിച്ചാണ് ഇതിൻ്റെ ബോർഡുകൾ വരുന്നത്. ഇപ്പോൾ ഒരു 9 വാട്ട്സിൻ്റെ LED ബോർഡാണിത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് ഇതിനുകൂടി ഇലക്ട്രോണിക് കമ്പോണൻസ് സാധാരണ നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങണേക്കാളും കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയ ഒരു ബോർഡാണ്. അപ്പോൾ ഇതിൽ കുറച്ചുകൂടി ഇലക്ട്രോണിക് കമ്പോണൻസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കാണാൻ സാധിക്കും. കോയിൽ, കപ്പാസിറ്റർ, റെസിസ്റ്റർ അങ്ങനത്തിനൂടെയും കൂടുതലായിട്ട് ഇലക്ട്രോണിക് കമ്പോണൻസ് ഒക്കെ കൂടുതലായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ നമുക്കിത് ഓൺലൈനായിട്ട് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ അതിനുള്ള ലിങ്ക് ഞങ്ങൾ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഈ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ നോക്കാം ഈ ഒരു ബോർഡ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ കമ്പനി ഒറിജിനൽ വന്നേക്കണ LED നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ആ 2 വയർ അതിലേക്ക് വന്നിട്ടുണ്ടാവും. ഇതേപോലെ ആ 2 വയർ നമുക്ക് റിമൂവ് ചെയ്യാം. അതേപോലെ സോൾഡറിങ് അയൺ ഉപയോഗിച്ച് ആ 2 വയർ ഇതേപോലെ സോൾഡർ ചെയ്ത് റിമൂവ് ചെയ്യുക. അപ്പോൾ സോൾഡറിങ് അയൺ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കുക, കൈയൊന്നും പൊള്ളാതെ, കയ്യിൽ ചൂടുള്ള സാധനം അപ്പോൾ കൈമൊന്നും കൊള്ളാതെ ശ്രമിക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ ആ 2 വയറും റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സൈഡിൽ കാണുന്ന ലോക്ക് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇതേപോലെ പതുക്കെ സൈഡ് തിക്കി കഴിഞ്ഞാൽ തന്നെ ആ ലോക്ക് നമുക്ക് ഇതേപോലെ അഴിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആ ലോക്ക് 2 അഴിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ LED കുറച്ച് ടൈറ്റായിട്ടായിരിക്കും അതിൽ തിരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതേപോലെ ആ ബ്ലേഡ് ഉപയോഗിച്ച് ഇതേപോലെ 2 സൈഡിൽ നിന്നും പതുക്കെ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ അപ്പോൾ അതിനകത്ത് ഒരു ചെറിയൊരു ഹീറ്റ് സിങ്കിൻ്റെ ഒരു ചെറിയ പേസ്റ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ചൂടായി കഴിയുമ്പോൾ അത് അവിടെ ടൈറ്റായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് LED അഴിച്ചെടുക്കാത്തൊരു ബുദ്ധിമുട്ട് വരുന്നത്. ഇതേപോലെ ആ ഒരു ബ്ലേഡ് ഉപയോഗിച്ച് ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് LED ഈസി ആയിട്ട് അഴിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ LED ഇതേപോലെ പതുക്കേനെ കട്ട് ചെയ്ത് ഇതേപോലെ അഴിച്ച് മാറ്റാം. അപ്പോൾ നമ്മൾ LED അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഹീറ്റ് സിങ്കും ഈ പുറകിൽ കാണാൻ 2 സോൾഡറിങ് നമുക്ക് അഴിച്ച് മാറ്റണം. എന്നാലാണ് അതിനകത്ത് ആ ബോർഡും കാര്യങ്ങളൊക്കെ അഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ബോർഡും കാര്യങ്ങളൊന്നും ആവശ്യമില്ല നമുക്ക് ഇതിനകത്ത്. അപ്പോൾ അതൊക്കെ അഴിച്ച് മാറ്റണം. പിന്നീട് ആ ഹീറ്റ് സിങ്ക് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അഴിച്ച് മാറ്റാം. ആ ഹീറ്റ് സിങ്ക് അഴിക്കാനായിട്ട് നമ്മൾ ഇതേപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ആ സെൻറ്ററിൽ കാണാൻ ആ ഒരു ഹോളിൽ ഇതേപോലെ പതുക്കാനെ മുകളിലേക്ക് ഇതേപോലെ തിക്കി കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഹീറ്റ് സിങ്ക് നമുക്ക് എളുപ്പത്തിൽ ഇതേപോലെ അഴിച്ചെടുക്കാൻ, ഡാമേജ് ഒന്നും കൂടാതെ അഴിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആ ഹീറ്റ് സിങ്ക് ഇതേപോലെ അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിനകത്ത് കാണുന്ന ഒറിജിനലായിട്ട് LED വരുമ്പോൾ അതിനകത്തുള്ള ബോർഡ്, കമ്പനി വരുമ്പോൾ ഒരു ബോർഡ്. അപ്പോൾ നമുക്ക് ആ ബോർഡിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ ആ വാങ്ങിച്ചേക്കണ LED ഡയറക്റ്റായിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബോർഡ് നമുക്ക് ഇതിന് അഴിച്ചു മാറ്റണം. അപ്പോൾ നമുക്ക് ആ ബോർഡ് കഴിഞ്ഞ് അഴിച്ചു മാറ്റാം. അപ്പോൾ കൈ കൊണ്ടൊക്കെ അഴിക്കാന്ന് പറഞ്ഞതിൽ ടൈറ്റായിട്ട് ഇരിക്കാം. ചെറിയ വയറൊക്കെ ആയതുകൊണ്ട് തന്നെ അഴിച്ചെടുക്കാന്ന് പറഞ്ഞതിൽ ബലത്തിൽ പിടിച്ചാൽ നമുക്ക് കൈ കൊണ്ടൊന്നും അഴിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്തിരി ടൈറ്റായിട്ട് അതിനകത്ത് ഇരിക്കേണ്ടാവുക. നമുക്കത് ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു നോസ് പ്ലയർ ഉപയോഗിച്ച് ഇതേപോലെ പതുക്കേനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുക്കുക. അപ്പോൾ തിരിച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു ബോർഡ് ഇതേപോലെ ഈസി ആയിട്ട് നമുക്ക് അഴിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആ ബോർഡ് അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിനകത്ത് വരുന്ന ആ ഒരു ബോർഡ്. ഇനി നമുക്ക് ആ ഹോൾഡറിലുള്ള 2 ലെഗിൽ വരുന്ന ആ ഒരു സോൾഡറിങ് നമുക്ക് അഴിച്ചു മാറ്റണം. അപ്പോൾ സോൾഡറിങ് അഴിച്ചു മാറ്റിയാലാണ് നമുക്ക് അതിലേക്ക് പുതിയ വയർ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ.
അപ്പോൾ നമുക്ക് ആ സോൾഡറിങ് ഇതേപോലെ സോൾഡറിങ് അയോൺ ഉപയോഗിച്ച് ഇതേപോലെ അഴിച്ചു മാറ്റാം. ഇനി നമുക്ക് ആ സോൾഡറിങ്ങിൻ്റെ അഴിച്ചു മാറ്റാൻ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ വാക്വം പമ്പാണ് ഉപയോഗിച്ചേക്കുന്നത് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും. നമ്മൾ ആ സോൾഡറിങ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കറക്റ്റായിട്ട് ഇതേപോലെ ക്ലീൻ ചെയ്താലാണ് പുതിയ വയർ സോൾഡർ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് സോൾഡർ ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ആ സോൾഡറിങ് ഒക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സോൾഡറിങ് ആണ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കയ്യിലൊന്നും കൊള്ളാതെ നോക്കുക. കാരണം കയ്യിലൊക്കെ കൊണ്ട് കഴിഞ്ഞാൽ കൈയൊക്കെ പൊള്ളാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് ചൂടായതുകൊണ്ട് തന്നെ. ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. അപ്പോൾ നമ്മൾ ആ സോൾഡറിങ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് തന്നെ ഇതേപോലെ ക്ലീൻ ചെയ്യുക. എന്നാലാണ് ആ പുതിയ വയർ സോൾഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് അവിടെ സോൾഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇതേപോലെ ഒരു വയർ, ചെറിയൊരു വയർ മതിയായിരിക്കും. അപ്പോൾ ഇതേപോലെ ഒരു വയർ എടുത്തിട്ട് 2 കഷ്ണമാക്കി മാറ്റാം. അപ്പോൾ ഇത്രമ്പോൾ ചെറിയ 2 വയറുകളാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇത്രമ്പോൾ ചെറിയ 2 വയർ മതിയായിരിക്കും. കാരണം നമ്മുടെ ആ വയർ ആ ഒരു LED കണക്ട് ചെയ്യാവുന്ന ടൈപ്പ് അനുസരിച്ചുള്ള വയർ മതിയാവും. അപ്പോൾ അത് തന്നെ നമുക്ക് ആ വയറിൻ്റെ സ്ലീവ് കളയാം. അത് തന്നെ ചെറുതായിട്ട് ഒരു ഭാഗത്തെ സ്ലീവ് ഇതേപോലെ കളയാം. അതിൻ്റെ ബ്ലേഡ് ഉപയോഗിച്ച് ഇതേപോലെ ചെറുതായിട്ടൊന്ന് ചിരണ്ടി കൊടുക്കുക. അപ്പോൾ കുറച്ച് കണക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ സോൾഡർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടിയും പെട്ടെന്ന് തന്നെ കണക്ഷനൊക്കെ കിട്ടാൻ സാധ്യത കൂടുതലാണ് ഇതിങ്ങനെ ചെയ്യണോണ്ട് തന്നെ. നമ്മൾ ആ വയർ സ്ലീവ് എല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ സോൾഡറിങ് പേസ്റ്റിലൊന്ന് ഇതേപോലെ ഒന്ന് മുക്കി കൊടുക്കുക, ചെറുതായിട്ടൊന്ന് മുക്കി കൊടുക്കുക ഒരു വയറിൻ്റെ ഭാഗത്തിനെ. നമുക്ക് ആ ചെറുതായിട്ടൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സോൾഡർ ചെയ്ത് കൊടുക്കണോണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ആ സോൾഡറിങ് കാര്യങ്ങളൊക്കെ അതിലേക്ക് ചെയ്യാനൊക്കെ ഇതിനുകൊണ്ട് എളുപ്പമായിരിക്കും. അതേപോലെ 2 വയറിലും അതേപോലെ സോൾഡറിങ് ചെയ്യുക. ഇനി നമുക്ക് ആ ഒരു വയർ എടുത്തിട്ട് ഇതേപോലെ പതുക്കാൻ ആ ഒരു ഹോളിലോട്ട്, ആ ലെഗിൽ വരുന്ന ആ ഹോളിലോട്ട് ഇങ്ങനെ പതുക്കാനൊന്ന് കയറ്റി വയ്ക്കുക. ചെറുതായിട്ടൊന്ന് മടക്കി വയ്ക്കുക. മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കാം. വയർ ഊരിപ്പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഈസി ആയിട്ട് അത് സോൾഡർ ചെയ്യാൻ സാധിക്കും. ഇതിങ്ങനെ വയ്ക്കുക. കറക്റ്റായിട്ട് മടക്കി നമുക്ക് അത് സോൾഡർ ചെയ്ത് കൊടുക്കാം വയറിനെ. അപ്പോൾ ഇതേപോലെ തന്നെ കറക്റ്റായിട്ട് സോൾഡർ ചെയ്യുക. അതിരുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് സോൾഡർ ചെയ്യുക. അങ്ങനെ ചെയ്താൽ മാത്രം അപ്പോഴാണ് ആ ലെഗ് ഹോൾഡറിൽ ഇടുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ ഹോൾഡറിൽ അത് കറക്റ്റ് ആവുള്ളൂ. നമ്മൾ സോൾഡറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കൂടുതലായിട്ട് നിൽക്കുന്ന വയറ് കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ആ 2ാമത്തെ വയറും ഇതേപോലെ സോൾഡർ ചെയ്തെടുക്കാം. ആദ്യം ചെയ്ത പോലെ തന്നെ കുറച്ച് വയർ കയറ്റി വെച്ചതിന് ശേഷം പതുക്കെ മടക്കി വയ്ക്കുക. ഇനി നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം ഇതേപോലെ. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ സോൾഡർ ചെയ്യാൻ എന്തെങ്കിലും വയർ കൂടുതലൊക്കെ നിൽക്കണമെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളയാം. കാരണം അതൊക്കെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വയർ കൂട്ടിമുട്ടാനോ അല്ലെങ്കിൽ ഷോർട്ടാവാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ സോൾഡറിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു വയറിൻ്റെ സ്ലീവ് കളഞ്ഞെടുക്കുക. അതേപോലെ തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ബ്ലേഡ് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ചിരണ്ടി കൊടുക്കുക വയറിന് ചെമ്പ് കമ്പിയുമേ. നമുക്ക് ആദ്യം ചെയ്തതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് ആ സോൾഡറിങ് പേസ്റ്റിലൊന്ന് മുക്കിയെടുക്കുക. ഇതേപോലെ നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യണോണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സോൾഡർ ചെയ്യാൻ സാധിക്കും. മറ്റേത് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അത് സോൾഡർ ചെയ്ത് വരുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും.
നമുക്ക് ആ ഒരു ഹീറ്റ് സിങ്കിലേക്ക് ഒരു ഹീറ്റ് സിങ്ക് പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് പറ്റണ ഹീറ്റ് സിങ്ക് പേസ്റ്റ് പറ്റണതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ബോർഡിൽ LED വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ചൂട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഹീറ്റ് സിങ്കിലേക്ക് ട്രാൻസ്ഫർ ആയി പോകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ LED കാര്യങ്ങളൊക്കെ കംപ്ലൈൻറ്റ് വരുന്നത് വളരെ കുറവായിരിക്കും. കാരണം പെട്ടെന്ന് ചൂട് കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ആയി പോകുന്നതുകൊണ്ട് തന്നെ LED വളരെ കംപ്ലൈൻ്റ് ഒക്കെ വരില്ല പെട്ടെന്ന് തന്നെ. നമുക്ക് ആ ഹീറ്റ് സിങ്ക് പേസ്റ്റ് ഒക്കെ പറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഹീറ്റ് സിങ്ക് ഇതേപോലെ സെൻറ്റർ ഹോളിൽ കൂടെ നമ്മൾ ആ 2 വയർ നമ്മൾ പുതിയത് സോൾഡർ ചെയ്ത് ആ 2 വയർ ഇതേപോലെ ഇട്ട് കൊടുക്കുക. നമുക്കതൊന്ന് കറക്റ്റായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് ഇതേപോലെ ഉറപ്പിച്ച് വയ്ക്കുക. അപ്പോൾ സാധാരണ വരുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് ആ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സെൻറ്ററിൽ കാണുന്ന ഹോളിൽ കൂടെ ആ 2 വയർ ഇതേപോലെ കറക്റ്റായിട്ട് തന്നെ എടുക്കുക. നമുക്ക് ആ ബോർഡ് അവിടെ കറക്റ്റായിട്ട് ഉറപ്പിച്ച് വയ്ക്കുക. അതേപോലെ നമുക്ക് ആ 2 വയർ നമുക്ക് ഇതിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് സോൾഡർ ചെയ്യാൻ സാധിക്കും. വേറെ വയറിങ് കണക്ഷനോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് ഈ ആ ഒരു വയർ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് സോൾഡർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആ 2 വയർ ഇതിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. അതേപോലെ അപ്പോൾ നമ്മുടെ വയർ കറക്റ്റായിട്ട് ഇതേപോലെ സോൾഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ക്യാപ്പ് ഇതേപോലെ കറക്റ്റായിട്ട് അടച്ച് വയ്ക്കുക. ഇനി നമുക്കൊന്ന് ബൾബ് തെളിയിച്ച് നോക്കാം. തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.